2 തിമോത്തിയോസ് 4:8 വാക്യം വായിച്ചതിനെ. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് തരും. പ്രൈസ് ദി ലോർഡ്. അപ്പം ഈ നീതിയുടെ കിരീടം പ്രാപിക്കാൻ നിങ്ങൾ കറക്റ്റായിട്ടിരിക്കുകയാണോ? ദൈവത്തിൻ്റെ ദിവസത്തിൽ തരണ്ടേ? ആ ദിവസത്തിൽ തരണ്ടേ? തരണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. ആര് പറയുകയാണ്? അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. പറഞ്ഞോട്ടോ. നാം സാധാരണ 7ാമത്തെ വാക്യം ഇതിലൊക്കെ പെട്ടിയിലൊക്കെ എഴുതി വയ്ക്കുന്നതാണ് സാധാരണ മരണവുമായിട്ടുള്ള ബന്ധത്തിൽ. ഇനി വായിച്ച് അതിൻ്റെ 7ാമത്തെ വാക്യം വായിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നീതിയുടെ കിരീടം പ്രാപിക്കണമെങ്കിൽ നല്ലപോലെ പൊരുതണം. നിങ്ങൾ നല്ലപോലെ പൊരുതുന്നവരാണ്. എത്ര പേര് ഇതിൽ സുവിശേഷം പറയാൻ നടക്കുന്നവരുണ്ട്? ഉണ്ട്? ആരെങ്കിലും ഉണ്ടോ? ഇത് അപ്പോസ്തലൻ നീതിയുടെ കിരീടം പ്രാപിക്കണ്ടേ? നീതിയുടെ കിരീടം വേണോ വേണ്ടിയോ? സ്വർഗത്തിൽ പോണോ പോണ്ടിയോ? അപ്പം പോകണമെങ്കിൽ ഈ നീതിയുടെ കിരീടം ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് എഴുതിയിരിക്കുന്നത്? നല്ലപോലെ പൊരുതണം, സുവിശേഷത്തിന് വേണ്ടി പോരാടണം. നിങ്ങൾ സുവിശേഷത്തിന് വേണ്ടി പോരാടുന്നവരാണോ? സഭയിലെ ആളുകൾ അവരുടെ സ്വർഗത്തിലേക്ക് ആത്മാക്കളെ നേടേണ്ടത്. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അയ്യോ പ്രായമായിപ്പോയി, അനേകരെ ദൈവഭാഗത്ത് കൊണ്ടുവരണം എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ ജോലി കളയുന്നത്. എന്ത് വേണം? അനേകരെ കർത്താവിന് വേണ്ടി സ്വർഗത്തിന് വേണ്ടി നേടണം എന്നുള്ള ആഗ്രഹത്തിലാണ് ജോലി കളയുന്നത്. പറഞ്ഞാട്ടാ. അപ്പോൾ നിങ്ങൾ ഈ നല്ല പൊരുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാണ്ടി പറ്റുമോ? പറ്റുമോ എന്നുള്ളവരൊന്ന് കരകയർത്തി. ഇനി സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ അയ്യോ നിനക്ക് കഷ്ടം, നിർബന്ധം നിന്റെ മേൽ കിടക്കുന്നു. സുവിശേഷം പറയാത്തവർക്ക് എന്താണ്? അയ്യോ കഷ്ടമെന്നാണ്. അപ്പോൾ സുവിശേഷം പറയുന്നവരൊന്ന് കരകയർത്തിയ നോക്കട്ടെ. സുവിശേഷം പറയുന്നവരൊന്ന് കരകയർത്തിയ. അമ്മച്ചി കരകയർത്തിയാണ്. ട്രാക്ട് കൊടുക്കാൻ പോകുമായിരിക്കും അല്ലേ? അല്ലാതെ പറയുന്നുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പം നിങ്ങൾക്ക് കഷ്ടമില്ല, മനസ്സിലായിക്കോണം. സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ അയ്യോ നിനക്ക് കഷ്ടം, നിർബന്ധം നിന്റെ മേൽ കിടക്കുന്നു. ഇനി അത് പോട്ടെ. ക്രിസ്തുവിന് വേണ്ടി നിന്ന് സഹിക്കാത്ത ഒരാൾക്ക്, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കാത്ത ഒരാൾ കർത്താവിൻ്റെ വരവിങ്കൽ തേജസ്കരിക്കപ്പെടത്തില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ലേഖനത്തിൽ. ക്രിസ്തുവിന് വേണ്ടി 2 തെറിയെങ്കിലും കേട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുണ്ട്. ബൈബിള് ഞാൻ പറയുന്നതല്ല, സ്വർഗത്തിൽ പോകാനുള്ള വഴി പറയുകയാണ്. അപ്പോൾ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിച്ചാൽ മാത്രമേ ആ ദൈവത്തിൻ്റെ വരവെങ്കിൽ നാം തേജസ്കരിക്കപ്പെടത്തുള്ളൂ. പറഞ്ഞോട്ടോ. നിങ്ങളോട് പറയുകയാണ്, ബാക്കിലിരിക്കുന്ന സഹോദരിയോടും പറയുകയാണ്. അല്ല കഷ്ടമല്ല സഹിക്കുന്നുണ്ടാ ക്രിസ്തുവിന് വേണ്ടി? അപ്പോൾ സ്വർഗത്തിൽ പോകണ്ട ഇല്ലേ? പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നവരായിരിക്കണം. ക്രിസ്തുവിന് വേണ്ടി നിന്ന് സഹിക്കുന്നവരായിരിക്കണം. അങ്ങനെയുള്ള ഒരാൾ തേജസ്കരിക്കപ്പെടത്തുള്ളൂ. അപ്പോൾ സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ അയ്യോ നിനക്ക് കഷ്ടം, നിർബന്ധം നിന്റെ മേൽ കിടക്കുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, നിർബന്ധം നിങ്ങളുടെ മേൽ കിടക്കുകയാണ്. സുവിശേഷം പറയുക എന്നുള്ള ഒരു നിർബന്ധം നിങ്ങളുടെ മേൽ കിടക്കുന്നു. ഇപ്പം ഞാൻ ഈ വലിയ ബാഗുമായിട്ട് വന്ന എവിടെയെന്നറിയാം? ഇവിടെ നേരെ ഇനി മെഡിക്കൽ കോളേജാണ്. ഇവിടെ നിന്ന് ബൈബിളാണ് ഇരിക്കുന്നത്, ന്യൂ ടെസ്റ്റ്മെൻ്റ് ട്രാക്റ്റുകൾ. അപ്പോൾ നമ്മുടെ ഡ്യൂട്ടിയാണ്. ഡ്യൂട്ടി ഇത് ചെയ്തുകൊണ്ടിരിക്കും, അത് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ സുവിശേഷം പറഞ്ഞാലേ ഒരു സന്തോഷമുള്ളൂ. സുവിശേഷം പറഞ്ഞാലേ, സുവിശേഷ പ്രവർത്തനം ചെയ്താലേ മനസ്സിനൊരു സമാധാനമുള്ളൂ. എൻ്റെ മനസ്സിനൊരു സന്തോഷം ലഭിക്കണമെങ്കിൽ എന്താണ്? സുവിശേഷം നാം പറയണം. പറഞ്ഞോട്ടെ. അപ്പം നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും സമാധാനം ഉണ്ടാകത്തില്ല. ഇതുകൊണ്ട് ഇനി സുവിശേഷം പറയാമെന്ന് താല്പര്യമുള്ളവരൊന്ന് കരയുയർത്തിയ നമുക്ക് പോകാം. ഇനി നമ്മുടെ ദേവദാസമുണ്ട്,
നമ്മുടെ ആ അടുത്ത ദേവദാസി പൊങ്ങിയിരിക്കുകയാണ്. നീ ഒരിക്കൽ പാസ്റ്ററിൻ്റെ ഭാര്യയാണ്, പറഞ്ഞേട്ടാ പേരെനിക്ക് കിട്ടുമല്ലോ, ഷർലിയെ. നാളെ ഒരു സമയത്ത് നീ പാസ്റ്ററിൻ്റെ ഭാര്യയാണ്, ദൈവത്തിൻ്റെ ദാസിയാണ്. അതുകൊണ്ട് ഇപ്പോഴേ വേല ചെയ്ത് ഉറങ്ങിക്കൊണ്ട്. വേല ചെയ്യാത്തവനൊന്നും കരങ്ങളെടുക്കത്തില്ല. ചാൻസിനെ നീ നഷ്ടപ്പെടുത്തരുത്, ചാൻസിനെ നഷ്ടപ്പെടുത്താൻ പാടില്ല. അപ്പം ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്ക്, പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഞാൻ നല്ല പോരത് പ്രൈസ് ദി ലോർഡ്. 2 തിമോത്തിയോസ് 4:7 അങ്ങനെ പറയുമ്പോൾ 2 തിമോത്തിയോസ് 2:5 വായിച്ചേ. അപ്പം നിങ്ങൾ സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നത് ശരിയാണ്. നിങ്ങൾ മല്ല് കെട്ടിയിരിക്കുകയാണ്. എങ്ങനെ ചട്ടപ്രകാരം പോരാടിയില്ലെങ്കിൽ എന്ത് നടക്കത്തില്ല? കിരീടം പ്രാപിക്കത്തില്ല. കിരീടം വേണമെങ്കിൽ ചട്ടപ്രകാരമായിരിക്കണം. ഇപ്പോൾ ഒന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞാൻ ഇവരെ വീട്ടിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഒന്ന് യേശപ്പം പറഞ്ഞിരിക്കുകയാണ്, പ്രാർത്ഥനയ്ക്കൊരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്, അതും കൂടെ ഞാൻ പറയാം. ചട്ടപ്രകാരം നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും കറക്റ്റിന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ പ്രാർത്ഥന മുകളിൽ പോകത്തില്ല. യേശുക്രിസ്തു പറഞ്ഞ മത്തായി 5:23-24 വായിച്ച്